ഓവനോ ബീറ്ററോ എന്തിന് കേക്ക് ടിൻ പോലും ഇല്ലാതെ ഈ സൂപ്പർ മോയ്സ്റ്റ് ആൻഡ് ഫഡ്ജി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് പാൽ, 1 കപ്പ് പഞ്ചസാര. പൊടിച്ച പഞ്ചസാരയാണ് കുറച്ചുകൂടെ നല്ലത്. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ, 3/4 കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ഇവ നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി റിബൺ കൺസിസ്റ്റൻസിയിൽ എത്തിക്കുക. കേക്ക് ബേക്ക് ചെയ്യാൻ അനുയോജ്യമായ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ തടവുക, അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെക്കാം. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്യുക. ചുവട് കട്ടിയുള്ള ഒരു കടായിയാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കേക്ക് ടീൻ വെക്കുന്നതിന് മുമ്പ് ആ കടായി 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യുക. കേക്ക് ബേക്കാവുന്ന ടൈം കൊണ്ട് നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 കപ്പ് പാൽ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കുക. കൈ എടുക്കാതെ ഇളക്കി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാവുന്നതാണ്. 55 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു കേക്ക് കിട്ടിയത്. ചൂടാറിയ ശേഷം കേക്ക് 2 ലെയറായി മുറിച്ചെടുക്കുക. ആദ്യത്തെ ലെയർ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് അതിലേക്ക് സ്പ്രെഡ് ചെയ്യുക. രണ്ടാമത്തെ ലെയറിലും ഇത് തന്നെ ആവർത്തിക്കുക. കേക്കിന്റെ മുകൾ ഭാഗവും സൈഡ് പോർഷനും ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് കവർ ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് പൊടിച്ച പീനട്ട്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുക.